അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. ആ ദുആയെ അള്ളാഹു സ്വീകരിക്കണമെന്ന് നമ്മൾ കൊതിക്കുന്നവരാണ്. നമ്മൾ ദുആയിലൂടെ പറയുന്നവരുമാണ്. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുള്ളത്, പ്രിയമുള്ളവരെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയെ അള്ളാഹു സ്വീകരിക്കണം, അള്ളാഹു കബൂൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്കത് ആ രീതിയിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ പോലും നമുക്കൊരു വോയിസ് വേണം. കാരണം അള്ളാഹു നമ്മൾ ദുആ സ്വീകരിക്കണം, നമ്മൾ പറഞ്ഞതെല്ലാം അള്ളാഹു സ്വീകരിക്കണം, നമുക്ക് തരണമെന്ന് നമ്മൾ വാശി പിടിക്കുമ്പോൾ, അതില്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ലജ്ജ തോന്നണം. കാരണം ഇതെല്ലാം അള്ളാഹു നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അള്ളാഹു തരുന്ന ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു അൽഹംദുലില്ലാ പോലും പറയാൻ സമയമില്ലാത്തവരായി നിന്നാം. അതിനുള്ള സമയം നമുക്കില്ല. പ്രിയമുള്ള നമ്മളത് കണ്ടെത്തണം. അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ, എത്രയോ അനുഗ്രഹങ്ങൾ, വിലമതിക്കാനാകാത്ത, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ട്, ഈ അനുഗ്രഹത്തെക്കുറിച്ചെല്ലാം നാളെ പരലോകത്ത് അള്ളാഹു നമ്മളോട് ചോദിക്കുമ്പോൾ അത് ചോദിക്കാതെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മൂടുമല്ലോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് മുതൽ, ഈ വോയിസ് കേട്ട മുതൽ അള്ളാഹു ചിന്തിക്കുക, അള്ളാഹുത്തിൽ നൽകിയ എത്ര അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഒരു അൽഹംദുലില്ലാ പറഞ്ഞോ, ഒരു സുജൂദ് ചെയ്തോ, അള്ളാഹുവിനെ നമ്മൾ നന്ദി രേഖപ്പെടുത്തിയോ, പിന്നെ എങ്ങനെയോടുന്ന അള്ളാഹു നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങൾ, എത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നെ ഒരു നന്ദി പോലും, ഒരു അൽഹംദുലില്ലാ പോലും പറയാൻ സമയമില്ലാതെ 24 മണിക്കൂർ, ഒരു ദിവസം 24 മണിക്കൂറിൽ എത്ര സമയമാണ് ഒരു അൽഹംദുലില്ലാ പറയാൻ, ഒരു 100 അൽഹംദുലില്ലാ പറയാൻ? അത് പോട്ടെ, ഒരു അൽഹംദുലില്ലാ പോലും പറയാനുള്ള സമയം നമുക്ക് ഇന്ന് ആർക്കും ഇല്ല. അത്രത്തോളം തിരക്കിലായി. അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഹൃദയമെടുപ്പ് എങ്ങനെ അള്ളാഹു നിർത്തിയാൽ, പ്രിയമുള്ളവരെല്ലാം തീർന്ന്, നമ്മൾ തിരക്കെല്ലാം തീർന്ന്. അതുകൊണ്ട് സമയമില്ല. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആഴ്ന്നിറങ്ങി അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവന് നന്ദി രേഖപ്പെടുത്തുക. അള്ളാഹു പറഞ്ഞ ഹറാമിൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു പറഞ്ഞ സർവ്വ കാര്യങ്ങളും ചെയ്യുക. കുറച്ച് പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസപ്പെടുത്തുന്ന ഇബ്ലീസാണ്. ഇബ്ലീസിനെ ഞാൻ വഴങ്ങില്ല എന്ന് മനസ്സിൽ നിയത്താക്കി ഉറപ്പിച്ചിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുടെ പള്ളി മിനാരത്തിൽ നിന്ന് വാങ്ങി കേൾക്കുമ്പോൾ ആണുങ്ങളായ പുരുഷന്മാർ പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കുക. വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന സ്ത്രീകളാ സുഹൃത്തുക്കളെ, ആണുങ്ങളല്ല. അള്ളാഹുവിൻ്റെ പള്ളി മിനാരത്തിൽ നിന്ന് അള്ളാഹു വിളിച്ചാൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക, ദുആ ചെയ്യുക, ഖുർആനോദ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അപ്പം നമുക്ക് അഭിമാനം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് അഭിമാനമുണ്ടാവും. അല്ലാതെ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ കുറ്റപ്പെടുത്തില്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.